and welcome back to our channel. So നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ 4ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡ്രൈ ആയിട്ട് ഡാമേജ് ആയിട്ട് റഫ് ആയിട്ടുള്ള മുടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഹെയർ പാക്ക് ആണ്. ഈ ഹെയർ പാക്ക് ഒരു സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ്. ഈ ഹെയർ പാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആകും. നമ്മുടെ മുടി വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ ഒരു ഹെയർ ഷാമ്പു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ആ ഹെയർ ഷാമ്പു നമ്മൾ നോർമൽ ഷാമ്പു എങ്ങനെ യൂസ് ചെയ്യുക അതേപോലെ യൂസ് ചെയ്താൽ മതി. നമ്മൾ മുടി നനച്ചിട്ട് ഷാമ്പു യൂസ് ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ മുടി കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഹെയർ ഷാമ്പു ഉണ്ടാക്കിയപ്പോൾ കുറേ പേര് ചോദിച്ചു ഹെയർ ഷാമ്പു ഉണ്ടാക്കി എപ്പോഴാണ് കണ്ടീഷണർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കണ്ടീഷണർ കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് ഒരു കണ്ടീഷണർ. അതുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ കണ്ടുപോകുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും. അതിനെ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. നമ്മൾ മുടിയിൽ തേക്കാൻ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ടതാണ് കുറച്ച് ചോറ്, പിന്നെ വേണ്ടതാണ് ഉപ്പിടാത്ത കുറച്ച് കഞ്ഞിവെള്ളം. എടുത്തു വെച്ചിട്ടുള്ള ചോറ് നമ്മൾ ജാറിലിട്ടിട്ട് കുറച്ചായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇത് ഒത്തിരി കട്ടിയാവാനും പാടില്ല, ഒത്തിരി വെള്ളമാവാനും പാടില്ല. കുറച്ചായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ്, ഒരു ക്രീം പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും കൂടെ തേച്ച് കൊടുക്കാം. നമ്മളെ മുടിയിൽ പാക്ക് തേക്കുന്നതിന് മുന്നേ മുടിയിൽ ഇതേപോലെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകിയെടുക്കുക. അതിന് ശേഷം മാത്രമേ ഏതൊരു പാക്ക് നമ്മളെ മുടിയിലോട്ട് നമ്മൾ തേക്കാവൂ. നമ്മളെങ്ങനെയാണ് നമ്മളെ മുടിയിൽ മൈലാഞ്ചി തേക്കുക, അതേപോലെ തന്നെ ഈ പാക്ക് നമ്മളെ മുടിയിൽ കുറച്ചെടുത്ത് തേച്ചതിന് ശേഷം ഇതേപോലെ ചുറ്റി കെട്ടി വെക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മുടിയിലും സ്കാൽപ്പിലും എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി സഹായിക്കും. നമ്മളെ കഞ്ഞിവെള്ളത്തിലും ചോറിലും അമിനോ ആസിഡ്, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ മുടി വളരാനും മുടി പൊഴിച്ചിൽ നിർത്താനും തലയിലുള്ള താരൻ പോകാനും ഇത് സഹായിക്കും. നമ്മളെ മുടി ഇത് നന്നായിട്ട് ഷൈനി ആക്കാനും സോഫ്റ്റ് ആക്കാനും ഇത് സഹായിക്കും. നമ്മളെ മുടിക്ക് ഒട്ടും കട്ടിയില്ലെങ്കിൽ കട്ടിയാക്കാനും ഇത് സഹായിക്കും. ഈ പാക്ക് നമ്മൾ ഫുൾ ഹെയറിലും തേച്ചതിന് ശേഷം 20 മിനിറ്റ് വയ്ക്കുക. 20 മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മൾ മുടി നന്നായിട്ടൊന്ന് കഴുകുമ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണയായിട്ട് മുടി കഴുകിയാൽ മതി. അപ്പോൾ ഇതായിരുന്നു നമ്മൾ 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ 4ാമത്തെ ദിവസത്തെ ഹെയർ പാക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു DIY ഹെയർ കണ്ടീഷണർ ആണ്. ഈ കണ്ടീഷണർ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനും പറ്റും. ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല അടിപൊളി ഹെയർ കണ്ടീഷണർ ആണ്. അപ്പോൾ നമ്മൾ ഹെയർ കണ്ടീഷണർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് കുറച്ച് തേങ്ങ. ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിനെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യണ ഏതെങ്കിലും ഷാമ്പൂവിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഷാമ്പൂ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അടുത്ത് നമുക്കിതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് ഡബിൾ ബോയിലർ ചെയ്ത് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് ഡബിൾ ബോയിലർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഒരു ക്രീം പോലെ. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കണ്ടീഷണർ ഇല്ലേ, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ഇനി ഇത് നമുക്കൊരു ബോട്ടിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ കണ്ടീഷണർ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം, ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. കുഞ്ഞു കുട്ടികൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ കണ്ടീഷണർ നിങ്ങൾക്ക് 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ സാധാരണ കണ്ടീഷണർ എങ്ങനെയാണ് നമ്മളെ മുടിയിലോട്ട് തേക്കുക, അതേപോലെ തന്നെയാണ് ഈ കണ്ടീഷണർ നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. നമ്മൾ മുടി കഴുകി നമ്മളെ മുടിയിലുള്ള വെള്ളം എല്ലാം പോയതിന് ശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് കണ്ടീഷണർ എടുത്തിട്ട് നമ്മളെ മുടിയിലൊക്കെ ഇതേപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മളെ മുടി നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി. ഇത് നമ്മളെ മുടീനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കും, നന്നായിട്ട് ഷൈനി ആക്കും, നന്നായിട്ട് കട്ടിയാക്കും നമ്മളെ മുടീനെ. അതേപോലെ തന്നെ ഇത് നമ്മളെ മുടീനെ നന്നായിട്ട് തന്നെ സ്ട്രെയിറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. So till the next video, bye bye.